വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ചില ചെടികൾക്ക് ഉണക്കം തട്ടേ കൂടുതൽ വെള്ളം വേണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫോഴ്സിലിട്ട് കൊടുക്കാം. അപ്പോൾ 200 മരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വെറും 2000 രൂപ എക്സ്ട്രാ ചിലവാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ. സാധാരണ നമ്മൾ ചില്ലറ അല്ലറ പിന്നെ ഈ ചെറിയ മുളക് ഇതൊക്കെ നിന്ന് ഏക്കർ കണക്കിന് നനക്കാനുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പൈപ്പിന് സത്യത്തിൽ എൻഡില്ല, രണ്ടും തുടക്കം മാത്രമേ ഉള്ളൂ. ഈ സ്പീഡ് കൂട്ടാനും കുറക്കാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി അറിയാൻ പറ്റും, ചെറിയൊരു ഹോള് ആണ് ഇതിൻ്റെ ഉള്ളിൽ അകത്തുള്ളത്. ആ അകത്തുള്ള ഹോളിൽ പറഞ്ഞാൽ എപ്പോഴും പൊടി ചെറിയ ചെറിയ കരട് എന്തെങ്കിലും വന്നാൽ തന്നെ അത് എപ്പോഴും അടഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. ഇന്നത്തെ പരിപാടി ഒന്നൊന്നര പരിപാടി കേട്ടോ. നനക്കേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ തുള്ളിനന എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് പഴയ രീതിയിലുള്ള തുള്ളിനനയുടെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ ഒഴിവാക്കി മാറ്റി വരികയാണ്. ഇന്ന് 10 സെൻറ്റ് മുതൽ 10,000 ഏക്കർ വരെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് എല്ലാവരും നനച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ്ലറൊക്കെ ആകുമ്പോൾ ഒരുപാട് അത് നെൽകൃഷി അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് നമ്മൾ സ്പ്രിംഗ്ലറിനെ പറ്റി കണ്ടിട്ടുള്ളത്. അപ്പോൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള മൈക്രോ ട്യൂബും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നനക്കുന്ന രീതി കണ്ടിട്ടുള്ളത്. അത് വളരെ ചെറിയൊരു രീതിയിലാണ് നമുക്ക് ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുക. ചെറിയ ചെടികൾക്ക് സ്വാഭാവികമായിട്ടും അത് മതി. ഇപ്പോൾ നമ്മുടെ ഈ പുതുതായിട്ട് വെച്ചിട്ടുള്ള ഇത്തരത്തിൽ വലിപ്പമുള്ള തൈകൾക്കൊക്കെ കഴിഞ്ഞ വർഷം വരെ കുഴപ്പമില്ലാതെ മതിയായിരുന്നു. ഇപ്പോൾ നമ്മളെ മരങ്ങളൊക്കെ നാരങ്ങ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിപ്പത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വയസ്സായ കുഞ്ഞിനും അതുപോലെ തന്നെ പ്രായപൂർത്തിയാക്കി ഒരേ രീതിയിലല്ല വെള്ളം വേണ്ടത്. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് മരങ്ങൾക്കും. അവർക്കും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലത്തിൻ്റെ ആവശ്യം കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടാതെ നമ്മളിപ്പോൾ പുതിയ രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 200ഓളം മരങ്ങൾക്ക് ആദ്യം ഇതേ രീതിയിൽ തന്നെയാണ് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അത് പോരാന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വർഷം വേനൽക്കാലം വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എവിടെ ചോദിച്ചാലും നമ്മൾ പമ്പ് കൂട്ടിക്കൊടുക്കുക മറ്റുള്ളതല്ലാതെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാനുള്ളൊരു സോഴ്സ് ആരും പറഞ്ഞു പറ്റില്ല. ഇത് ഒഴിവാക്കിയിട്ട് നമ്മളിതാ ഒരു ചെടിക്ക് ഒരു 10 രൂപ അധികം ചിലവാക്കിയതാണ് വേറെ സംഭവം. ഒരു ടാപ്പും 1.5 ഇഞ്ച് ടാപ്പും അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് ടീ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളം നനക്കേണ്ട രീതി ഒരുപാട് മാറ്റം വരും. അത് അപ്പോൾ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഒരു 10-25ഓളം മരങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വാൾവ് ഓൺ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് വെള്ളം വരുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ട്യൂബിൽ വെള്ളം വരുന്നതും കാണാം. ഒരു ഏരിയയിൽ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 25ഓളം മരങ്ങൾക്ക് നമ്മളിവിടെ സെക്ഷനായിട്ട് ഒരു 5-8 സെക്ഷനായിട്ടാണ് 200ഓളം മരങ്ങൾ നനച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ രീതിയിൽ ചെയ്തെടുത്തപ്പോൾ ഇതേ രീതിയിലാണ് വെള്ളം വരുന്നത്. മുന്നേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് വെള്ളം വരിക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ 2 വർഷം 2.5 വർഷമൊക്കെ വരെ നമുക്കത് ധാരാളം ആയിരുന്നു. ഒരു 10-20 ലിറ്റർ വെള്ളമൊക്കെ കിട്ടുന്ന ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മരങ്ങൾക്ക് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 3 വർഷം 2 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മരം വളർന്നു. അതിന് നമ്മൾ ഇതേ രീതിയിൽ വെള്ളം കൊടുത്തിട്ട് ഇതേ രീതിയിൽ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സമയങ്ങളിൽ ഇതിൽ അടഞ്ഞ് കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മൈക്രോ ട്യൂബൊക്കെ ലോങ് ആയിട്ട് കഴിഞ്ഞാൽ മൃഗങ്ങളും പക്ഷികളൊക്കെ നടന്നിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് ഇതെപ്പോഴും മാറിക്കെടുക്കും. ആ മരങ്ങളിൽ കിടക്ക നമുക്കിതാ ഒരേ രീതിയിൽ വെള്ളം കിട്ടും. അത് മാത്രമല്ല അതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലത്ത് വേറെ ചെയ്ത് വെക്കാണ്ട് ഇതേ രീതിയിൽ മാറ്റം വരുത്താണ്ട് പഴയ രീതിയിൽ നമ്മൾ പുതിയ രീതിയിലേക്ക് മാറ്റം വരുന്നത് എങ്ങനെയെന്ന് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമുക്ക് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്ലംബറുടെ ആവശ്യമില്ലാതെ. ഇതിൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഇറിഗേഷൻ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിലുണ്ട്. പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് എങ്ങനെയാണ് വെള്ളം വരുന്നത് നമ്മളിത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മേലെ പോയിട്ട് കാണിച്ചു തരാം. ഇത് മൊത്തം നമ്മൾ കൊണ്ടുപോകണില്ല. തൽക്കാലം ആവശ്യത്തിനുള്ള ഫിറ്റിങ്സ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. കുറേ മുകളിൽ കയറി പോകണം. അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ നോക്കുക കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കുന്നും പ്രദേശം ആയതുകൊണ്ട് തന്നെ കയറ്റിറക്കുള്ള ഭാഗമാണ്, കുന്നാണ് നമ്മുടെ ഒരു കൃഷി നാരങ്ങ കൃഷിയുടെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 200ഓളം മരങ്ങൾ വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഭാഗം. ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ താഴത്ത് ഒരു പകുതിക്ക് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ നിന്ന് എന്താ ഇവിടെ കാണാം ഒരു 1 2 3 4 2 2 4 6 സെക്ഷനായിട്ട് നമ്മൾ വെള്ളം ഒരു 1 ഇഞ്ച് പൈപ്പിൽ കൂടെ തുറന്നു വിട്ടിട്ടുണ്ട്. കുളക്കിണറിൽ നേരെ വെള്ളം നമ്മുടെ ടാങ്കിൽ വന്ന് ഇവിടുന്ന് 6 സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് ഇറക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ച് പൈപ്പിലാണ്. അത് വീണ്ടും 3/4 ഇഞ്ചാക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതിൽ 1 2 പൈപ്പ് പുറത്തിട്ടാൽ 2 സെക്ഷനിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വെള്ളം കിട്ടുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച മാതിരി തുള്ളിനന ചെറിയ ട്രിപ്പ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ട മാതിരി മരങ്ങൾ വലുതായി നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും മനസ്സിലൊരു ടെൻഷൻ, ഈ വെള്ളം പോരാന്നുള്ളത്. അങ്ങനെ പലരോടും അന്വേഷിച്ചു, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു ക്ലിപ്പിന് വരെ 2 ക്ലിപ്പ് ഇടുക, അതിനപ്പുറം ഓപ്ഷൻ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ പമ്പിൻ്റെ വോളിയം കൂട്ടി കൊടുക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ എന്താ വെച്ചാൽ വെള്ളം കൂടുതൽ കിട്ടാൻ വെള്ളം കൂടുതൽ കിട്ടിയാൽ മാത്രം പോരാ നമ്മുടെ ചെടികൾക്ക് കൂടുതൽ വെള്ളം കൊടുക്കാനും കഴിയണം. വെള്ളം കൂടുതൽ പമ്പ് വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് അറിയുന്നല്ലാതെ താഴത്തേക്ക് വരുന്ന വെള്ളം നമ്മൾ ഓരോ ചെടികളിൽ കടക്ക് കൃത്യമായിട്ട് കൂടുതലായിട്ട് എത്താനുള്ള പദ്ധതി പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത രീതി ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നിനെണ്ണത്തിന് പരീക്ഷ അങ്ങനെ ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോണ ഒരു സെക്ഷനിൽ ഒരു 30ഓളം മരങ്ങൾക്ക് നമുക്ക് പുതിയ രീതിയിലാക്കി കൊടുക്കാണ്ട് അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇവിടുന്ന് ടാങ്കിൽ വെള്ളം വരുന്നത് നേരത്തെ പറഞ്ഞാൽ കുഴക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം അവിടെ ചെയ്യാനുള്ളൊരു വാൾവ് തുറക്കുകയാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് വെള്ളം അങ്ങോട്ട് വരുന്നുണ്ട്. അത് കുറച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. അവിടെ പോയിട്ട് നോക്കാം. ആ വന്ന വെള്ളത്തിന് നമ്മൾ വീണ്ടും അവിടുന്ന് വന്നു ഇവിടെ എത്തി വീണ്ടും രണ്ടാക്കിയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട്, ഒന്ന് റൈറ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 30-35ഓളം മരങ്ങൾ കൃത്യമായിട്ട് എണ്ണീറ്റില്ല ഒരു 10-35ഓളം മരങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഇതിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പൈപ്പിൽ നമ്മൾ ട്രിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻഡിലേക്ക് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മുടെ പൈപ്പിന് എൻഡില്ല. ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ പൈപ്പ് മൊത്തത്തിലാണെന്ന് കൂട്ടുക. ഇതിങ്ങനെ ഒരു പൈപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു പൈപ്പ് ഇങ്ങനെയും പോയിട്ടുണ്ട്. ആ പൈപ്പ് റൗണ്ട് അടിച്ച് നമ്മുടെ എല്ലാ ഈ പൈപ്പിന് സത്യത്തിൽ എൻഡില്ല, രണ്ടും തുടക്കം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പൈപ്പ്. ഇപ്പോൾ ഈ പോയ പൈപ്പിൻ്റെ ഘടന ഇതാണ്. ഞാൻ ചെറിയ പൈപ്പ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ ഇതേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എൻഡ് ഇവിടെ കൊടുത്തതാണ്, ഇതേ രീതിയിൽ വെള്ളം വരുന്ന ഇതിൽ നമ്മൾ ഒരു എൻഡ് ഇവിടെ കൊടുത്തു. മറ്റേ എൻഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വീണ്ടും ഇവിടെ ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട്. അത് കുറച്ച് ടൈറ്റ് ഉണ്ടാവുകൊണ്ട് ഊരുന്നില്ല. അപ്പോൾ ഈ എൻഡിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് വീണ്ടും ഇതിലിങ്ങോട്ടും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് രണ്ട് സ്ഥലത്ത് കൂടി ഫോഴ്സിൽ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് വെള്ളം കിട്ടും. കിട്ടാവുന്ന അളവിൽ നമുക്ക് ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ പുതിയ രീതിയിൽ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ നമുക്കൊരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വലിയ മരങ്ങൾക്കും കൃത്യമായിട്ട് വെള്ളം കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഇത്. കാരണം ഞാൻ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നമ്മുടെ ചെറിയ മറ്റേ വീട്ടമ്മമാർ അതുപോലെ തന്നെ അമ്മൂമ്മമാർ പുതിയ തലമുറ കൃഷിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൊച്ചു കൃഷികൾ, മറ്റേ മുളക് കൃഷി, തക്കാളി, വെണ്ടക്കായ പരിപാടിയൊക്കെ ഇരുന്നു. ഇത് ട്രിപ്പിലുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പൈപ്പൊക്കെ വാങ്ങിയിട്ടിട്ട് ഇതൊരു 200 മരങ്ങൾക്ക് നമുക്കൊരു മെമ്പേഴ്സിൽ നടക്കണമെങ്കിൽ എങ്ങനെ പോയാലും 1 ലക്ഷം റുപ്യോളം നമ്മൾ ട്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. ഞാൻ ഇവിടെ ഒരു 5000-10000 രൂപയൊക്കെ മുടക്കിയിട്ടാണ് ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. ടാങ്ക് അടക്കം അത് 2 വർഷം 3 വർഷമൊക്കെ ആയി കഴിഞ്ഞ് ഘട്ടഘട്ടമായിട്ട് വന്നതാണ്. ഇപ്പോൾ പുതിയ രീതിയിലേക്ക് ഇത് മാറുമ്പോൾ നമുക്ക് ഒരു ചെടിക്ക് വരുന്നത് 10 രൂപയാണ് എക്സ്ട്രാ ചിലവ് വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ടീ ഒരു ഇത് വാങ്ങിയിട്ട് 6 രൂപ ടീയും അത് അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ഒരു കുറവ് വരുന്നില്ല എന്ന് കാണിക്കാനാണ്. നമ്മുടെ പൈപ്പ് വെള്ളം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ സ്ഥലത്ത്, അതായത് 2 തുടക്കം മാത്രമേ ഉള്ളൂ. നമ്മുടെ പൈപ്പിന് എൻഡില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ എത്ര കറങ്ങി വന്നാലും എല്ലായിടത്തും ഒരേ ഫോഴ്സിൽ വെള്ളം വരും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഊരിയിട്ട് നമ്മുടെ നോർമലി ഇതൊക്കെ പന്നി നായം കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പൈപ്പ്, പഴയ പൈപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി കൊടുത്താണ്, അരഞ്ച് പൈപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഇനി ഇതിവിടെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഓൾറെഡി പഴയ രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. അത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ 2 ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് 2 കൊടുത്ത് അപ്പോഴേക്ക് ഒരെണ്ണം അവിടെ അടഞ്ഞു കിടക്കുന്നുണ്ട്. പൈപ്പിൽ വെള്ളം വരാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പൈപ്പിൽ വെള്ളം വരാനിട്ടല്ല, ഈ ട്രിപ്പ് ഇതാണല്ലേ ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കി നോക്കുമ്പോൾ അത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടവ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ ചെറിയ മൈക്രോ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറിക്കിടക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതിവിധിയാണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത് അടവാണ്. അപ്പോൾ ഇത് മാറ്റാൻ ഇപ്പോൾ അടവ് നിൽക്കാനും പോകില്ല, നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. ഇതാണ് നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കാൻ പോകുന്ന 2 സംഭവം മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച ഒരു ടീ. ഇതിന് നമുക്ക് ഹോൾസെയിൽ കടകളിൽ 4 രൂപയാണ് വില വരിക. ലോക്കലായിട്ടുള്ള നാട്ടിൻപുറത്തൊക്കെ 20 രൂപ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ 4 രൂപ, ഇതിന് ഒരു 6 രൂപയും. ഈ 2 സാധനം എക്സ്ട്രയും പിന്നെ കുറച്ച് പഴയ പൈപ്പുകൾ ഇതേ രീതിയിൽ കുറച്ച് ചിലപ്പോൾ ഒരു കഷ്ണം പൈപ്പൊക്കെ നമുക്ക് എക്സ്ട്രാ ആവശ്യം വരും. അത് നമ്മളത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ 10 രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ തുള്ളിനിലയുടെ തലവര തന്നെ മാറ്റാൻ പോണത്. ഇത് വാണിജ്യാടിസ്ഥാനത്തിന് വലിയ തോട്ടമൊക്കെ നനക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വാഴ കൃഷി, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ റംബൂട്ടാൻ, മറ്റുള്ള മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ നനക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് നനച്ചെടുക്കാനുള്ള രീതിയാണ്. എക്സ്ട്രാ 10 രൂപ കൂടി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ നനയുടെ രീതി തന്നെ മാറി കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് നനക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ കൃഷിക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ ഇതൊക്കെ പണ്ട് ചെറിയ മരങ്ങളായപ്പോൾ നേരെ മരത്തിൻ്റെ കടക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് വളർത്തി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൈപ്പ് കൊണ്ട് എടുത്തു അതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ രീതിയും കാണാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് ഡിസ്റ്റൻസ് ചെയ്തിട്ടിട്ട് നമ്മൾ ഓരോ ചെടികളുടെ കടക്കൊക്കെ എക്സ്ട്രാ വെള്ളം എത്തിക്കണം. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് പൈപ്പ് ബാക്കിയുണ്ടാവും. ആ പൈപ്പ് തന്നെ നമുക്ക് വീണ്ടും നീട്ടി കൊടുക്കാൻ ഉപയോഗിക്കാം.
അപ്പോൾ അവിടെ അവസാനിപ്പിച്ചു. ഇതാണ് നമ്മുടെ വെള്ളം സ്റ്റാർട്ടിങ്ങിൽ വെള്ളം വരുന്ന സംഭവം. ഇപ്പോൾ ഒക്കെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒക്കെ ഇങ്ങോട്ട് മെല്ലെ ഊരിയെടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മരത്തിന് നമ്മൾ പുതിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ഈ പൈപ്പിൽ നമ്മൾ ഒന്നും നോക്കാതെ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സംഭവം ഈ ടീന നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേ രീതിയിൽ അങ്ങോട്ടും വെള്ളം പോകുന്നുണ്ട്, ഇങ്ങോട്ടും വെള്ളം വരണം. വീണ്ടും ഇവിടെ അടച്ചു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ. അപ്പോൾ ഇവിടെ ഇതിനാണ്ട് ഊരിയെടുക്കാം. അതൊക്കെ ഇനി ആവശ്യമില്ല സംഭവങ്ങളാണ്. ഇവിടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ചെടിയുടെ കടക്കിലേക്ക് എത്തിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് അരഞ്ച് പൈപ്പ് നിന്ന് എക്സ്ട്രാ ഉണ്ട്. അവിടെ മടങ്ങി കിടക്കുന്ന പൈപ്പൊക്കെ ഉണ്ടാവും, പിന്നെ എടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മളെടുത്ത് പുതിയൊരു കഷ്ണം പൈപ്പ് ഉണ്ട്, അതിനെടുക്കുകയാണ്. ഈ പൈപ്പിനെ കൊടുത്തിട്ട് ഇതിൽ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഇവിടെ ടാപ്പ്, ഇതാണ് നമ്മുടെ ടാപ്പ്. ഞാൻ പറഞ്ഞ 6 രൂപ ടാപ്പ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ അടുത്ത പ്രദേശം പറഞ്ഞാൽ കുന്നംകുളത്താണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതിന് ശേഷം എത്ര അളവിൽ ഈ മരത്തിൻ്റെ അടിക്ക് വേണം നോക്കുക. ഈ ചെടിയുടെ നേരെ കടക്കാൻ ഇട്ട് കൊടുക്കേണ്ട ഒരു 2 അടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ചെടുത്താലും നമുക്ക് വെള്ളം അങ്ങോട്ട് ഫോഴ്സിൽ ചെല്ലും. അപ്പോൾ ഇവിടെ മുറിച്ചെടുക്കണം. പൈപ്പിനെ വീണ്ടും ഇവിടെ മുറിച്ചെടുത്തു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ കൊടുക്കാൻ പറ്റില്ല, ആവശ്യമില്ല. അപ്പോൾ നോർമലി ഇതിനെ നമ്മൾ നേരത്തെ ട്രിപ്പിൻ്റെ അതേ അളവിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇതേ രീതിയിലാക്കാം. ഇനി ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചില ചെടികൾക്ക് ഉണക്കം തട്ടേ കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫോഴ്സിൽ ഇത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഇതേ രീതിയിൽ വെച്ചിട്ട് ഒരുപാട് മരങ്ങൾക്ക് വേണ്ടതുകൊണ്ട് ഏറ്റവും മിനിമം അളവിൽ വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ കടക്ക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വെള്ളം കിട്ടും. ഇനി മറ്റേതിൻ്റെ പോലെ ഇതിന് അടവ് വരില്ല. ഈ ടാപ്പ് എപ്പോഴും നമുക്ക് ഇതേ രീതിയിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ അടവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ വെള്ളം കൊടുക്കാണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ചെതൽ പിടിക്കാൻ മറ്റുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വെള്ളം അളവൊക്കെ വേണമെങ്കിൽ ആ സമയത്തൊന്ന് ഒരു ടാപ്പ് തുറന്നു കൊടുത്താൽ നമുക്ക് നമ്മുടെ ചെടികളുടെ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നോർമലി ഇവിടെ ഇതേ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ അനുസരിച്ച് നമുക്ക് വേണ്ട കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു അരമണിക്കൂർ വെള്ളം നമ്മുടെ ചെടിയുടെ കടക്കിലേക്ക് കിട്ടും. പോരെണ്ണം അവിടെ നോർമലി അവിടെ റെഡി സെറ്റാക്കിയിട്ടുണ്ട്. കടക്ക ഫുള്ളായിട്ട് പരന്ന് കിട്ടും. എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ആ പൈപ്പിന് ഒരു കല്ലൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്താൽ മതി. അവിടെ മുന്നേ കിടന്ന ടാപ്പാണിത്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ഒഴിവാക്കുകയാണ്. അതിന് ശേഷം അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ പോയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ പൈപ്പിനുകൊണ്ട് ഊരിയെടുക്കുക. വീണ്ടും ഇവിടെ കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ ആ ഹോൾ ഒഴിവായി കിട്ടി. ഇനി നമുക്ക് അടുത്ത മരത്തിന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ഇപ്പോൾ അവിടെ ഏകദേശം നമ്മൾ ഒരെണ്ണത്തിന് കൊടുത്തു. ഇനി രണ്ടാമത്തെ മരത്തിന് വേണ്ടത് നമ്മൾ ഈ അളവിൽ ഇതിൻ്റെ കടക്കിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അവിടെ ഒരു വലിയ നാരകമുണ്ട്. അപ്പോൾ വീണ്ടും ഈ പൈപ്പിനെ ഇവിടെ വെച്ച് മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തീ അതിലിട്ട് കൊടുത്തു. ഇപ്പോൾ ഇതേ രീതിയിൽ. അപ്പോൾ രണ്ടാമത്താണ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ പൈപ്പ് ബാക്കി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും നേരത്തെ മുന്നേ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയിരുന്ന പൈപ്പായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആവശ്യത്തിലധികം ഉള്ളത് ഇവിടെ മുറിച്ചെടുക്കുക. ഇവിടെ മുറിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ള പൈപ്പ് ഇവിടെ ഇതിൽ തന്നെ കിട്ടി. കണ്ടില്ലേ, ഈ പൈപ്പ് പല രീതിയിൽ വളഞ്ഞ് ഓരോ മരത്തിന് കടക്കിൽ കൂടെ പൈപ്പ് ഡയറക്റ്റാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പൈപ്പ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കിട്ടി. അതിൻ്റെ വീണ്ടും ഇതാവശ്യമില്ല, മുന്നത്തെ രീതി നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി ഈ പൈപ്പിൻ്റെ എൻഡിൽ നമ്മൾ നേരത്തെ പോലെ ടാപ്പ് ഫിറ്റ് ചെയ്തു. ടാപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും പഴയ സ്ഥലത്തേക്ക് വീണ്ടും പോവാണ്. അപ്പോൾ അതിലേക്ക് കൊടുത്താലേ ഫോഴ്സിൻ്റെ കാര്യം അറിയുള്ളൂ. ഇതേ രീതിയിൽ കൊടുത്തപ്പോൾ രണ്ടാമത്തെ ചെടിയായി. അതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് വീണ്ടും ഇത് നമ്മുടെ മരത്തിൻ്റെ കടക്കിലേക്ക് ഡയറക്റ്റ് ഉള്ളത്. നല്ല ടൈറ്റ് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്കിതിൻ്റെ ഫോഴ്സ് കുറച്ച് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഫോഴ്സ് കൊടുക്കാം. ഇത്തെ രീതി പറഞ്ഞാൽ ഇതായിരുന്നു. ഇതിൽ നമുക്ക് നോർമലി സ്പീഡ് കൂട്ടാനും കുറക്കാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി അറിയാൻ പറ്റും. ചെറിയൊരു ഹോള് ആണ് ഇതിൻ്റെ ഉള്ളിൽ അകത്തുള്ളത്. ആ അകത്തുള്ള ഹോളിൽ പറഞ്ഞാൽ എപ്പോഴും പൊടി ചെറിയ ചെറിയ കരട് എന്തെങ്കിലും വന്നാൽ തന്നെ അത് എപ്പോഴും അടഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. അതേ രീതിയിൽ ഇത് അടയില്ല എന്നല്ല പറഞ്ഞത്. അടഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തുറന്നു കരടും കച്ചരൊക്കെ പോയി വീണ്ടും അടച്ചു. നമ്മുടെ എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചു നേരെ നമ്മുടെ ചെടിയുടെ കടക്കിലേക്ക് വെച്ച് കൊടുത്തു. ഇതേ രീതിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ അവിടെ കൊടുത്ത അവിടെയും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ
ഇങ്ങനെ നമുക്ക് മാറ്റി വളരെ സിമ്പിളായിട്ട് എക്സ്ട്രാ 10 രൂപ മുടക്കി കഴിഞ്ഞാൽ അതിനും പന്നിയൊക്കെ നമ്മുടെ പൈപ്പ് കടിക്കാതിരിക്കാൻ ഒഴിവാക്കിയ പൈപ്പാണ്. അതിനെ വീണ്ടും ഇതിൽ കയറ്റി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് വളരെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ പൈപ്പ് വീണ്ടും സേഫായി, പുതിയ രീതിയിൽ പൈപ്പ് വീണ്ടും സേഫായി. ഇനി പീസുകളൊക്കെ നമ്മുടെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നനക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഏക്കർ കണക്കിനൊക്കെ നനക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നനയുടെ രീതി മാറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ മരങ്ങൾക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ പഴയ രീതിയിലേക്ക് കൊടുത്തിരുന്നു. അന്നത് മതിയായിരുന്നു. ഈ വർഷം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മരങ്ങൾ നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ വളർന്നു. അപ്പോൾ ഒരു വയസ്സായ കുട്ടിക്ക് ഒരു സ്പൂൺ വെള്ളം കൊടുക്കണ പോലെയല്ല, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കണം. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും ചെടികളായാലും ഒക്കെ കണക്ക് തന്നെയാണ്. മാറ്റി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒരു പറയാൻ മാത്രം ഒരു വിലയില്ല. അപ്പോൾ 200 മരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വെറും 2000 രൂപ എക്സ്ട്രാ ചിലവാക്കിയാൽ മതി. പിന്നെ മറ്റേ 3/4 പൈപ്പ് സ്വല്പം വേണ്ടി വരും, നേരത്തെ ഇട്ട് കൊടുത്താൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാൻ. അതിവിടെ ഉണ്ട് താനും. ഇനി ഇല്ലെങ്കിൽ അതിനും വലിയ വില ഒന്നുമില്ല, 1 മീറ്റർ 9 രൂപയ്ക്കുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ല, 10 രൂപ ചിലവാക്കി 2000 രൂപ ചിലവാക്കിയ 200 മരങ്ങളുടെയും നനയുടെ തലവരെയാണ് മാറി വരുന്നത്. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നനക്കാൻ ബുദ്ധിമുട്ടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് പുറത്ത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ 10,000ങ്ങളുടെ കണക്ക് പറയും. അത് അവരുടെ വർക്കിൻ്റെ കൂലിയാണ്. സാധനങ്ങൾക്കൊക്കെ വളരെ നിസ്സാര വിലയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും കാണുന്നവരേക്കും ബൈ.